ഇത് ചെയ്യാ ഡോക്ടറാണെന്ന് ഞാൻ പറഞ്ഞു. അവനാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഒന്നും ഇല്ലല്ലോ. എന്താ ചേട്ടാ സീന്? ഈ അമ്പലക്കുളത്തിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര ആലോചനയാണല്ലോ. എന്താടാ ചെയ്യാ? ശ്രീകുട്ടന്റെ മറ്റേ നീറ്റ് എക്സാമിന്റെ ഒക്കെ റിസൾട്ട് വന്നു. അത് ക്വാളിഫൈഡ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആലോചിക്കുമ്പോ കാശ് ഇന്നത്തെ കാര്യത്ത് ഇത്ര കാശ് വേണമെന്നറിയും. എന്റെ ചേട്ടൻ ഇന്നത്തെ കാലത്ത് ഇതിനകത്ത് ഇത്ര ടെൻഷൻ ഉണ്ടോ? വല്ല കാര്യമുണ്ടോ? ഉസ്ബെക്കിസ്ഥാൻ ജോർജിയയിലേക്കൊക്കെ വളരെ ചെറിയ ചെലവിലല്ലേ MBBS പഠിക്കാൻ കുട്ടികൾ പോകുന്നത്. ഇത് നോക്കി നോക്കി. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റിയായ താഷ്കെൻഡിൽ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും ഒരുമിച്ചുള്ള ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. ഉസ്ബെക്കിസ്ഥാൻ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന 104 വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റി. പിന്നെ സെൻട്രൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ്, അതാണ് താഷ്കെൻഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. പിന്നെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ റീസ റഷീദ്, താഷ്കെൻഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. പാലക്കാട് പട്ടാമ്പിയാണ് വീട്. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഏജൻസി ആയിരുന്നു. ത്രൂ ഔട്ട് ഹോൾ ഇയർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ട്വിന്നാണ്. എനിക്ക് ട്വിൻസ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പഠിക്കാൻ പോലും നല്ല അഫോർഡബിൾ ആണ് അവിടുത്തെ ഫീസ്. യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് ഹോസ്റ്റലിൽ തന്നെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാലേ? ആ ചേട്ടാ, പിന്നല്ലാണ്ട് അവരുടെ നമ്പർ ഇപ്പൊ തന്നെ അങ്ങ് തരാം.